നമസ്കാരം കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് പ്രമേഹ രോഗത്തെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങളുടെ ഒരു കാര്യമാണ്. നിങ്ങൾ ആദ്യമേ തന്നെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട്, നിങ്ങൾക്കൊരു പ്രമേഹ രോഗം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യമാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും ആളുകൾക്ക് വരുന്നൊരു പ്രശ്നം, ഈ നമ്മൾ ഒരുപാട് വായനകളുണ്ടല്ലോ, അത് നല്ലതാണ്, പക്ഷെ അത് പോസിറ്റീവായിട്ട് എടുത്തില്ലെങ്കിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും. എന്റെ കണ്ണടിച്ചു പോകുമോ, എന്റെ കിഡ്നി അടിച്ചു പോകുമോ, എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുമോ, ഞാൻ മരിച്ചു പോകുമോ എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന പ്രമേഹ രോഗികൾ നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രമേഹം നമ്മളോടൊപ്പം ഉള്ള ഒരു രോഗമാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇതിനെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. ഇത് നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോൾ ഒന്നുമല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ നല്ല ജീവിത രീതിയിലൂടെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് പറ്റും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ജനിതകമായിട്ട് ഇത് കിട്ടിയതാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ മക്കൾക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവരിലേക്ക് ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക. അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ഫോം ചെയ്തെടുക്കുക. ഭാവിയിൽ വലുതായി കഴിയുമ്പോൾ, ഇപ്പൊ നിങ്ങൾ അവർക്ക് ചക്കയും മാങ്ങയും കോഴിയും ബിരിയാണിയും എല്ലാം ഒരു നിയന്ത്രണവും ഇല്ലാതെ കൊടുത്തിട്ട് ഭാവിയിൽ അതെല്ലാം നിയന്ത്രിക്കണമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട് ഫോർ ദം. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ടിയിൽ അവരേക്ക് കൊണ്ടുപോകാതെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, നല്ല ഭക്ഷണങ്ങൾ ശീലിപ്പിച്ച്, നല്ലതായി വ്യായാമം ചെയ്ത് അവരെ റെഡിയാക്കി എടുക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ചുറ്റും ഒരുപാട് ഡയറ്റുകൾ അവൈലബിൾ ആണ്, അല്ലെ? LCH, അപ്പൊ മെഡിറ്ററേനിയൻ ഡയറ്റ്, വെജിറ്റേറിയൻ ഡയറ്റ്. പക്ഷെ ഇതെല്ലാം എല്ലാ ഡയറ്റുകളും നല്ലത് തന്നെയാണ്. അപ്പോ ഇതിലെല്ലാം പൊതുവായിട്ട് കാണുന്ന ഒരു കാര്യമാണ് പച്ചക്കറികൾ. നിങ്ങളുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് പച്ചക്കറികൾ ചേർക്കുക. കാര്യം അതിനകത്ത് ആന്റി ഓക്സിഡൻസ് ധാരാളമായിട്ടുണ്ട്, അതേപോലെ തന്നെ പോളിഫിനോൾസ് ധാരാളമായിട്ടുണ്ട്, വൈറ്റമിൻസ് ധാരാളമായിട്ടുണ്ട്, ഡയറ്ററി ഫൈബർ ധാരാളമായിട്ടുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത, നിങ്ങളൊരു പ്രമേഹ രോഗിയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ മറ്റു രോഗങ്ങൾ ഉണ്ടാകാൻ ഒരുപാട് സാധ്യതയുണ്ട്. ആ സാധ്യതയെ കുറയ്ക്കും, ഇൻഫ്ലമേഷൻസിനെ കുറയ്ക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ സ്റ്റെബിലൈസ് ചെയ്യാനും ഈ പച്ചക്കറികൾക്ക് കഴിവുണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പച്ച നിറത്തിലുള്ള പച്ചക്കറികൾ ധാരാളമായിട്ട് കഴിക്കാനായിട്ട്, ഇലവർഗ്ഗങ്ങൾ ധാരാളമായിട്ട് കഴിക്കാനായി ശ്രമിക്കുക. പ്രത്യേകിച്ചും നമ്മുടെ മുരിങ്ങയില വളരെ നല്ല ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ള ഒരു ഭക്ഷണമാണ്. അതേപോലെ തന്നെ ചീര, അതേപോലെ തന്നെ ബ്രൊക്കോളി, അതേപോലെ നമുക്ക് നാട്ടിൽ ലഭ്യമായിട്ടുള്ള പച്ചക്കറികൾ, വെണ്ടയ്ക്ക, ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ പൊതുവിൽ കാണിക്കുന്ന ഒരു തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പച്ചക്കറി നന്നായിട്ട് കഴുകും, പിന്നെ അരിയും, അതിനുശേഷം വീണ്ടും കഴുകും. അപ്പോൾ വാട്ടർ സോളുബിൾ ആയിട്ടുള്ള, ജലത്തിൽ ലയിച്ചു പോകുന്ന ഫൈബറുകൾ നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. വാട്ടർ സോളുബിൾ ആയിട്ടുള്ള മറ്റ് ഘടകങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ പച്ചക്കറികൾ അരിയുമ്പോൾ, പച്ചക്കറികൾ അരിയുന്നതിന് മുമ്പേ നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അത് വാഷ് ചെയ്യാൻ പാടുള്ളതല്ല. മിക്കവാറും പച്ചക്കറികൾ വേവിക്കുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ചേർത്ത് അല്ലെങ്കിൽ എണ്ണ ചേർത്തത് മുരിച്ചെടുത്തതിന്റെ ഗുണം കളയാറുണ്ട്. അങ്ങനെ ചെയ്യാണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം കുക്ക് ചെയ്തത് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന്റെ നിറം, പച്ച നിറം നഷ്ടപ്പെട്ടു പോകാതെ, ആ ഫ്ലേവറും കളറും ഒന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഗുണം ഉണ്ടാവുള്ളൂ. കാര്യം നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ പലപ്പോഴും ഗുണമല്ലാത്തതിന് കാരണം തെറ്റായ രീതിയിൽ നമ്മളത് ചെയ്യുന്നതുകൊണ്ടാണ്. പച്ചക്കറികൾ ആവിയിൽ വേവിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്പം തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് നമ്മൾ മുരിങ്ങയിലേക്ക് ഒന്ന് ആവിയിൽ വേവിച്ചെടുത്ത് ഒരു 5 മിനിറ്റ് ഒക്കെ വെന്താൽ മതി മുരിങ്ങയിലേക്ക്. അതിൽ കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ, ഭക്ഷ്യയോഗ്യമായ രീതിയിൽ തന്നെ വേവിച്ചെടുത്ത് അല്പം തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട്, ഇപ്പൊ നിങ്ങൾ സാലഡ് ആയിട്ടാണ് കഴിക്കണമെങ്കിൽ സാലഡിന്റെ അത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഡ്രസ്സിങ്സ് ഒന്നും വാങ്ങിച്ച് ഉപയോഗിക്കാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ സാലഡ് കഴിക്കുകയും അതിൻ്റെ അകത്ത് ഒരുപാട് ഫ്ലേവറിങ്സ് അല്ലെങ്കിൽ ഡ്രസ്സിങ്സ് ഒക്കെ ചേർക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതുകൊണ്ടുള്ള ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. കാര്യം ഈ സാലഡിന്റെ അകത്ത് ചേർക്കുന്ന ഡ്രസ്സിങ്സിന്റെ അകത്ത് എന്തൊക്കെ കെമിക്കലൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് അറിയത്തില്ല. പിന്നെ നിങ്ങൾക്ക് ഒന്ന് ഡ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അല്പം എന്താ പറയുക, നിങ്ങൾ അല്പം സാലഡ് സാധനങ്ങൾ റെഡിയാക്കി വെക്കുക. ഇച്ചിരി കക്കരി, ക്യാരറ്റ്, അതേപോലെ ഇലവർഗ്ഗങ്ങളൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക, അല്പം ഇന്ദുപ്പ് തളിക്കുക, കുറച്ച് കുരുമുളക് പൊടിച്ചിടുക. സൂപ്പറായിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ആ രീതിയിൽ നിങ്ങളുടെ ഭക്ഷണത്തെ ക്രമീകരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഫാറ്റി ഫിഷസിനെ കുറിച്ചാണ്. പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും മികച്ച ഭക്ഷണങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്ന ഫാറ്റി ഫിഷസ്. നമ്മൾ മീനുകൾ വാങ്ങിക്കുമ്പോൾ ഓൾറെഡി നമുക്കിപ്പോൾ കെമിക്കലൊക്കെ അടങ്ങിയിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫിഷസ് ഒക്കെ കിട്ടുന്നു എന്നുള്ള ആരോപണങ്ങൾ എല്ലാ ദിവസവും പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഹെവി മെറ്റൽ ഉള്ള മത്സ്യങ്ങൾ ഒഴിവാക്കുക. വലിയ വലിയ മത്സ്യങ്ങളിൽ മെർക്കുറി പോലുള്ള ഹെവി മെറ്റൽസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള മത്സ്യങ്ങൾ നമ്മളും പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. അതോടൊപ്പം തന്നെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഒരു കാരണവശാലും ഹെവി മെറ്റലുകളുള്ള മീനുകൾ കൊടുക്കാണ്ടിരിക്കുക.
രണ്ടാമത്തെ ഒരു കാര്യം, മീൻ വാങ്ങിക്കുമ്പോൾ omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ വാങ്ങിക്കുക. പണ്ടൊക്കെ സാധാരണക്കാരൻ എല്ലാ ദിവസവും അല്പം മത്തിയൊക്കെ വാങ്ങിച്ച് കഴിക്കുക എന്ന് പറഞ്ഞത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇന്ന് നമ്മുടെ വരുമാനത്തിന്റെ 4/1 ഭാഗം മത്തിക്കൊക്കെ കൊടുക്കേണ്ട അവസ്ഥയുണ്ടായി. അപ്പോൾ അതിന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പക്ഷെ ഇതൊക്കെ ഒഴിവാക്കാണ്ടിരിക്കാനായിട്ട്, കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് മാത്രമേ പറ്റുള്ളൂ. കാര്യം ഈ omega-3 ഫാറ്റി ആസിഡ് ഉള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഹൃദയാരോഗ്യത്തിന്, ബുദ്ധിശക്തി വളരാൻ, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ്, രോഗപ്രതിരോധ ശക്തിയെ വളർത്താനും നമ്മുടെ ഇൻഫ്ലമേഷൻസിനെ, രോഗാവസ്ഥകളെ കുറയ്ക്കാനും ഒക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കഴിയുന്നിടത്തോളം ദിവസങ്ങളിൽ നല്ല മത്തി കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ചു കഴിക്കുക. കണ്ണൻ മത്തി, സാധാരണ മത്തിയൊക്കെ വാങ്ങിച്ചു കഴിക്കുക. നത്തോലി, അയല ഇതൊക്കെ വാങ്ങിച്ചു കഴിക്കാനായിട്ട് ശ്രമിക്കുക. അത് വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ്. പ്രത്യേകിച്ചും പ്രമേഹ രോഗികളുടെ ജീവിതത്തിൽ ഇത് വളരെയധികം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനായിട്ട് അവരെ സഹായിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ട്സ് ആണ്. നട്ട്സ് വാങ്ങിക്കുമ്പോൾ നമ്മുടെ ഇപ്പൊ മുക്കിലും മൂലയിലും ഒക്കെ നമുക്ക് നട്ട്സ് വാങ്ങിക്കാൻ കിട്ടും. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഇത്രയും അധികം നട്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കശുവണ്ടി ഉണ്ട് തീർച്ചയായിട്ടും. അത് നമുക്ക് അത്രയൊന്നും സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമല്ല. ഇന്നും അത്യാവശ്യം വിലയുണ്ട് കശുവണ്ടിക്ക്. നമുക്ക് കപ്പലണ്ടിയൊക്കെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്ന, അല്ലെ, സാധാരണ കിട്ടിക്കൊണ്ടിരുന്ന സാധനങ്ങൾ. കപ്പലണ്ടി നല്ലതാണ്. എപ്പോഴും കപ്പലണ്ടി വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആവശ്യത്തിന് മാത്രം കഴിക്കുക. റോസ്റ്റഡ് ആയിട്ടും സോൾട്ടഡ് ആയിട്ടും, ഈ പ്രത്യേകിച്ച് നമ്മൾ നട്ട്സ് വാങ്ങിക്കുമ്പോൾ ഒരു നട്ട്സും സോൾട്ടഡ്, റോസ്റ്റഡ് ആയിട്ടുള്ളത് ഒഴിവാക്കുന്നതാണ് നല്ലത്. റോ ആയിട്ടുള്ള, വറക്കാത്ത, പൊരിക്കാത്ത, ഉപ്പധികം കലരാത്ത സാധാരണ നട്ട്സ് വാങ്ങിച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നാട്ടിൽ ഒരുപാട് നല്ല നട്ട്സ് ഉണ്ട്. പ്രത്യേകിച്ചും ഹെയ്സൽ നട്ട്, പിസ്താഷ്യോ, പിസ്ത, നമ്മുടെ ആൽമണ്ട്സ്, ബദാം, വാൾനട്ട്, ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള അളവിൽ മാത്രം കഴിച്ചാലും മതിയാവും. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നട്ട്സ് വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നട്ട്സ് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഈ നട്ട്സിന്റെ അകത്ത് ധാരാളമായിട്ട് ഫൈബർ, എസെൻഷ്യൽ ഫാറ്റ്സ് ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻസിനെ, നമ്മൾ ഈ പറയുന്ന ഭക്ഷണങ്ങളുടെ എല്ലാം പ്രത്യേകത ഇത് ശരീരത്തിലെ രോഗാവസ്ഥകളെ കുറയ്ക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ A1Cയുടെ ലെവൽ ആരോഗ്യപരമായിട്ട് നിർത്തുവാനായിട്ട് നട്ട്സ് സഹായിക്കുമെന്ന് നമ്മുടെ പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണങ്ങളെ, ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇതൊന്നും അവിടെ ഇവിടെ വായിച്ച് സ്വന്തമായിട്ടുള്ള ഇതായിട്ടല്ല നമ്മൾ പറയുന്നത്. എല്ലാം പ്രബന്ധങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കൺട്രോൾ ചെയ്യാനായിട്ടും ഈ നട്ട്സ് ധാരാളമായിട്ട് കഴിക്കുന്നത് വഴി സഹായം ഉണ്ടാകും. ഈ എസെൻഷ്യൽ ഫാറ്റ്സ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിനും തലച്ചോറിനും ഒക്കെ വളരെ നല്ല സാധനമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ അല്പാൽപമായിട്ട് കഴിയുന്നവരൊക്കെ നട്ട്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അടുത്തതായിട്ട് എടുത്തു പറയാനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ആണ്. എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് ഇതിന്റെ അകത്ത് എന്തൊക്കെ തട്ടിപ്പാണ്. അത് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ആയാലും കരിഞ്ജീരകമായാലും വെളിച്ചെണ്ണയായാലും അതിനെക്കുറിച്ച് പറയുന്ന നല്ല വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കഴിയുമ്പോൾ അത് കയറി കാണുക. കാര്യം ഇപ്പൊ തന്നെ അതിന്റെ അകത്ത് പോയി ക്ലിക്ക് ചെയ്താൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിട്ടുപോകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് കയറി കാണാനായിട്ട് ശ്രമിക്കണം. എന്തുകൊണ്ടാണ് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ നമ്മൾ വാങ്ങിക്കണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉപയോഗിക്കണം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രമേഹ രോഗികൾക്കും അതേപോലെ തന്നെ കാർഡിയക് ഡിസീസസ് ഉള്ള ആൾക്കാർക്കും വളരെ മികച്ച ഒരു ഭക്ഷ്യവസ്തുവാണത്. ഇതിന്റെ അകത്ത് ഒലൈക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോണോസാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. ഇതിന്റെ പ്രത്യേകത, ഇത് നമ്മുടെ ട്രൈഗ്ലിസറൈഡ്സിനെയും HDL എന്ന് പറയുന്ന നല്ല കൊളസ്ട്രോളിനെയും വളരെയധികം ഇംപ്രൂവ് ചെയ്ത് ആരോഗ്യപരമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മുടെ ശരീരത്തിൽ നിലനിർത്താനായിട്ട് സഹായിക്കും. അതോടൊപ്പം തന്നെ GLP-1 എന്ന് പറഞ്ഞിട്ട് ഒരു ഹോർമോണിന് ഒരു കംപ്ലീറ്റ്നെസ്, ഒരു പൂർണ്ണത വരുത്താനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഈ GLP-1 ഒരു വളരെ നല്ല രീതിയിൽ നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക് മധുരം കാണുമ്പോൾ അത് കഴിക്കണം അല്ലെങ്കിൽ ഇത് കഴിക്കണം എന്നുള്ള തോന്നൽ, ആ ക്രേവിംഗ്, ഒരു ഷുഗറിനോടുള്ള ക്രേവിംഗ് കുറയ്ക്കാനായിട്ടും ഇത് സഹായിക്കും. ഇതിൻ്റെ അകത്ത് ധാരാളമായിട്ട് പോളിഫിനോൾസ് ഉണ്ട്. പോളിഫിനോൾസിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത ഇൻഫ്ലമേഷൻസിനെ കുറയ്ക്കും. നമുക്ക് ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് രോഗങ്ങൾ ശരീരത്തിലേക്ക് വന്നു ചേരാനായിട്ടുള്ള ഒരു അവസ്ഥ ആ ശരീരത്തിൽ ഉണ്ടാകും. ഓക്കെ, ഈ നമ്മൾ ഒലിവ് ഓയിലൊക്കെ കഴിക്കുമ്പോൾ അതിനകത്ത് പോളിഫിനോൾസും ആന്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അത് രോഗങ്ങളെ, ഇൻഫ്ലമേഷൻസിനെ അകറ്റി നിർത്തും. അതോടൊപ്പം തന്നെ നമ്മുടെ ഹാർട്ടിന്റെ ആരോഗ്യത്തിന് അതിനെ സ്റ്റെബിലൈസ് ചെയ്യും. അതോടൊപ്പം തന്നെ ബ്ലഡ് വെസൽസിന് നല്ല ആരോഗ്യം കൊടുക്കും. നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും. ഓവറോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണത്തിൽ ചേർക്കേണ്ട, തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട ഒരു വസ്തു തന്നെയാണ്, പ്രമേഹ രോഗികൾക്ക് പ്രത്യേകിച്ചും. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ആപ്പിൾ സൈഡർ വിനീഗർ ആണ്. ആപ്പിൾ സൈഡർ വിനീഗർ ഓർഗാനിക് തന്നെ വാങ്ങിച്ചാനായിട്ട് നിങ്ങൾ വാങ്ങിച്ചുപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. ഇത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റിനെ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു വസ്തുവാണ്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ പലപ്പോഴും കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, ആസ് ഐ ഓൾറെഡി ടോൾഡ്, ഇതെല്ലാം നമ്മുടെ റിസർച്ചസ്, ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ആപ്പിൾ സൈഡർ വിനീഗർ എങ്ങനെ ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം, എങ്ങനെയാണ് അതിന് ഗുണം കാണുന്നതെന്നൊക്കെ പറയുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കയറി കാണാനായിട്ട് ശ്രമിക്കുക.
അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം പോകുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ ബെറീസ്, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ നമുക്ക് മൾബറി എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. വളരെ റിച്ച് ഇൻ ആന്റി ഓക്സിഡൻസ്, പ്രത്യേകിച്ചും വളരെയധികം ഭക്ഷ്യനാരുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷ്യവസ്തുവാണത്. ഒരു ലോ ഗ്ലൈസീമിക് ഇൻഡെക്സിൽ ഉള്ളത് കൊണ്ട് തന്നെ ശരീരത്തിന് വളരെയധികം ആരോഗ്യം ചെയ്യുന്ന, ആരോഗ്യം നൽകുന്ന, രോഗങ്ങളെ പ്രതിരോധിക്കുന്ന, ക്യാൻസർ പോലുള്ള രോഗങ്ങളെയും ക്രോണിക് ഇൽനെസിനെയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന വളരെ നല്ലൊരു ഭക്ഷ്യവസ്തുവാണ്. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ബ്ലൂബെറിയും പിങ്ക്ബെറിയും ഒന്നും പോയി വാങ്ങിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. കാര്യം നമ്മുടെ വീട്ടിൽ തന്നെ ഇതുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ നമുക്ക് സാധാരണ പ്രവാസികൾക്കൊക്കെ അറിയാം ബ്ലൂബെറിക്കും പിങ്ക്ബെറിക്കും ഒക്കെ അത്യാവശ്യം പൈസ കൊടുക്കണം. ഞാൻ സാധാരണക്കാരന്റെ ലെവലിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഒരുപാട് പൈസയുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ അതൊരു പ്രശ്നമായിരിക്കില്ല, പക്ഷെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാണ്. അപ്പോൾ ബെറീസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. അവസാനമായിട്ട് ഹെർബ്സ് എന്ന് പറഞ്ഞാൽ വാസ്റ്റ് വെറൈറ്റീസ് ഓഫ് ഹെർബുകൾ, നമുക്ക് പച്ച മരുന്നുകൾ, ഇലവർഗ്ഗങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹെർബായിട്ട് തന്നെ നമുക്ക് നിലവിലുണ്ട്. ചില സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് എന്താ പറയുക, നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. അതിൽ പലതും നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിങ്ങനെ വേഗമായിട്ട് നമുക്ക് പറഞ്ഞു പോകാൻ പറ്റില്ല. കാര്യം ഓരോന്നും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കൺട്രോൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഹെൽത്തി ആയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടും അവസാനമായിട്ട് പറയാനായിട്ടുള്ള ഒരു കാര്യം, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഇത് പകർന്നു കൊടുക്കാൻ കഴിയണം. ഇപ്പോഴേ അവർക്ക് അത് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർക്ക് ആരോഗ്യം നിലനിൽക്കുന്ന ഒരു ഭാവി ജീവിതവും സുരക്ഷിതമായിട്ടുള്ള ഭാവി ഉണ്ടാകാനായിട്ട് സഹായിക്കും. കാര്യം ഇതൊരു പ്രമേഹ രോഗം എന്നതിനേക്കാട്ടുപരി പ്രത്യേകിച്ചും സെക്ഷുവൽ ലൈഫിൽ ബുദ്ധിമുട്ടുണ്ടാക്കും, അതേപോലെ തന്നെ ഫാമിലി ലൈഫിൽ ബുദ്ധിമുട്ടുണ്ടാക്കും, ഫൈനാൻഷ്യൽ ലൈഫിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രമേഹത്തിലുണ്ട്. നത്തിങ് ടു വറി, ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്ന് പറയുന്ന പോലെ നിങ്ങൾ പ്ലാൻഡ് ആണെങ്കിൽ, നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള അതിനുള്ളൊരു വിൽ പവർ ഉണ്ടെങ്കിൽ നത്തിങ് ടു വറി. ഓക്കെ, അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. കഴിയുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ആമുഖത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ചാനലിന്റെ ആമുഖത്തിൽ നമ്മുടെ ഡീറ്റെയിൽസ് അബൌട്ടിൽ അത് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഡിനൂസ് ഡിഷസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പേജ് നമുക്കുണ്ട്, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൻ്റെ അകത്ത് കൊടുക്കാത്തത്, ഈ വീഡിയോയിൽ കൊടുക്കാതെ നേരെ അബൌട്ടിൽ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ നമ്മൾ ഇത് ത്രൂ ഔട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇനി കുറെ നാൾ കഴിഞ്ഞാൽ നമ്പർ മാറിയാൽ ഇനി കിട്ടുന്ന ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതെന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ അതൊന്ന് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നന്ദി, നല്ല നമസ്കാരം. ഗോഡ് ബ്ലസ് യു ഓൾ.